الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ സർവലോക നിയന്താവായ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുന്ന സന്ദർഭത്തിൽ തലകുനിക്കാതെ അഭിമാനത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലുള്ള വിശ്വാസപരമായ അദ്ദേഹത്തിന്റെ ഔന്നിത്യം മൂലം അദ്ദേഹത്തിന്റെ ജീവിത പരീക്ഷണങ്ങളെ വിജയിക്കാൻ സാധിച്ചു എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു യഥാർത്ഥ വിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നാവിൽ ഉച്ചരിക്കുക മാത്രം ചെയ്യുന്ന വിശ്വാസിയല്ല, മറിച്ച് നാവ് ഉച്ചരിക്കുകയും അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ചെയ്ത യഥാർത്ഥ വിശ്വാസി അവൻ അള്ളാഹുവിലാണ് അവന്റെ എല്ലാ സന്ദർഭങ്ങളിലും അഭയം പ്രാപിക്കുക. നമ്മൾ അതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തു വരുന്നത്. സ്വാഭാവികമായും അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പതറുകയില്ല, അവൻ അള്ളാഹുവിനെ കുറിച്ച് മോശമായ വിചാരമുണ്ടാകുകയില്ല. അവന്റെ മനസ്സിനെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ജീവിതത്തിലുടനീളം പരീക്ഷണങ്ങൾ നൽകുമ്പോ ഒരുപക്ഷെ അവൻ ഇഷ്ടപ്പെട്ട അവന്റെ മക്കളാകും നഷ്ടമാകുന്നത്, ഒരുപക്ഷെ അവൻ ഇഷ്ടപ്പെട്ട തന്റെ സഹധർമ്മിണിയാകും, അല്ലെ തന്റെ ഭർത്താവാകും, അല്ല അവന് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ല സ്വപ്നം കണ്ട സ്വപ്നങ്ങളാകും ഒരുപക്ഷെ ദുനിയാവിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയനാകുക. അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ആ വിശ്വാസിയുടെ മനസ്സ് എന്ത് മന്ത്രിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ മനസ്സിലാക്കി. അപ്പൊ ആ വിശ്വാസി ഉറച്ചു നിൽക്കും.
ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും പതറൂല. ഏത് വിശ്വാസി? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിൽ പരാജയമുണ്ടായി. അബൂ സുഫിയാനും കൂട്ടരും ഉഹുദിൽ യുദ്ധത്തിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള ആളുകളെ വെച്ചുകൊണ്ട് അവരെങ്ങാനും ഇനി മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും അപകടമുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഇനിയെങ്ങാനും അബൂ സുഫിയാനും ടീമും വന്നു കഴിഞ്ഞാൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി കുറച്ചാളുകളെ കൂടി സംഘടിപ്പിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഘടിപ്പിച്ച വിവരം പോകുന്ന അബൂ സുഫിയാനോട് ആളുകൾ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരുമൊക്കെ വീണ്ടും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ മദീനയിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ ഇനി ഉഷാറായിട്ട് ഒന്നുകൂടി ശക്തരായി മദീനയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന് ആ കച്ചവട സംഘത്തോട് അബൂ സുഫിയാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും വരാം. പ്രവാചകനോട് പറയാ അടങ്ങിയിരിക്കാൻ പറയും. പ്രവാചകനെയും അനുയായികളെയും വീണ്ടും പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ അവിടെ വെച്ച് ആ കച്ചവട സംഘം ഹംറാഉൽ അസദിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉള്ള കൂട്ടരോടും പറയാണ്, അബൂ സുഫിയാൻ കൂട്ടൻ തിരിച്ചു വരും, നിങ്ങളോട് ഒരുമിച്ചോണ്ട് അവർ വീണ്ടും വരുന്നുണ്ട്, ഉറപ്പാണ് നിങ്ങൾ കിട്ടും, നിങ്ങൾ ദുർബലരാണ് എന്ന് പറഞ്ഞു വീണ്ടും പേടിപ്പിച്ച സന്ദർഭത്തിൽ വിശ്വാസികളായി ഉറച്ചു നിന്ന അവരുടെ വർത്താനം എന്താ? എന്തൊരു കഷ്ടാർപ്പ്! ഒന്ന് ഞങ്ങൾക്ക് കിട്ടി, ഇനിയും ഞങ്ങൾ പരാജയപ്പെടുമോ എന്ന ആകുലത പോലും ഉണ്ടായില്ല. ഖുർആൻ അവരെ പറ്റി പറയാണ്, ആ സഹാബികളെ പറ്റി പറയാണ്, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ. ജനങ്ങൾ വീണ്ടും നിങ്ങൾക്ക് നേരെ വരാട്ടോ, നിങ്ങൾ പേടിച്ചോളി എന്ന് ജനങ്ങളെല്ലാവരും ഖദ് ജമഉ ലക്കും, നിങ്ങൾക്ക് എതിരായി എല്ലാവരും കൂടി ഒരുമിച്ച് എന്ന് പറഞ്ഞപ്പോ ഈ വിശ്വാസികളായ ആളുകളുടെ മനസ്സ് മന്ത്രിച്ചതെന്താ? ഫസാദഹും ഈമാനാ. അവർ ഉൾക്കൊണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ കണക്കാക്കിയ റബ്ബ്, ആ റബ്ബിൽ എന്ത് ചെയ്തു? അവർ ആ റബ്ബിലേക്ക് അങ്ങ് മടങ്ങി, ഈമാൻ വർദ്ധിക്കുക. എന്നിട്ട് എന്താ അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത്? അതേ പറയും, നമ്മളെല്ലാവരും വിവിധങ്ങളായ പരീക്ഷണങ്ങളിലാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അത് സ്വാഭാവികമാണ്, ദുനിയാവാണ്, ഉറപ്പാണ്, പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇത്രയേറെ വലിയ ഒരു പരീക്ഷണം അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. തോറ്റ് കിടക്കൽ. അവിടെ വീണ്ടും അവർ വരുമെന്ന് പറഞ്ഞു ജനങ്ങൾ പേടിപ്പിച്ചപ്പോ അവിടെ മനസ്സ് പറയണ്ടേ, ഔ എന്താ റബ്ബേ എന്നല്ല പറഞ്ഞത്, അവരെന്ത് പറഞ്ഞു എന്ന് ഖുർആൻ പറയാണ്. വഖാലൂ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹ് മതി, ആ റബ്ബിലാണ് ഞങ്ങൾ തവക്കുൽ ചെയ്തത്. അതാണ് ഹഖ്ഖ തവക്കുലി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത് ഇങ്ങനെ തവക്കുൽ ചെയ്യാന്ന് പറഞ്ഞാൽ പക്ഷികള് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി തവക്കുൽ ചെയ്യുന്ന രൂപം പോലെയാണ്. എന്താ പക്ഷികളെ പറ്റി പറഞ്ഞത്? ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലറസഖകും കമാ യർസുഖു ത്വയ്റു തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. ഏതുപോലെയാണ് അത്? പക്ഷികൾ അവര് ഭക്ഷണം അന്വേഷിക്കുന്നത് പോലെയാണ്. അവര് രാവിലെ ഒട്ടിയ വയറുമായി പോകുന്നു. തഗ്ദു ഖിമാസ, അവർ രാവിലെ ഇറങ്ങുന്നത് ഒട്ടിയ വയറുമായിട്ടാണ്. വതറൂഹു ബിതാന, വൈകുന്നേരം അവർ മടങ്ങി വരുന്നത് വയറ് നിറച്ചാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നത്തെ ഭക്ഷണം എവിടാണ് എന്ന് പോലും അവർക്കറിയില്ല. പക്ഷെ രാവിലെ അവരിറങ്ങണം. ഉറപ്പ് ഞങ്ങൾക്കുള്ള റിസൾട്ട് ഈ പ്രപഞ്ചത്തെ പടച്ച, ഞങ്ങളെ പടച്ച റബ്ബ് എവിടെങ്കിലും ഒരുക്കിയിരിക്കും എന്ന് പറയുന്നത് പോലെ ഹഖ്ഖ തവക്കുൽ ചെയ്യുന്ന ഒരാൾക്ക് തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ താൻ വിശ്വസിച്ച ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ബോധ്യമുള്ള ഒരു വിശ്വാസി ഇല്ല. എനിക്ക് റബ്ബ് ഒരു വഴി കാണിച്ചു തരും. ആ ഒരു രൂപത്തിലുള്ള തവക്കുൽ ചെയ്ത ആളുകൾ,
അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ഈ തീമിനെ പറ്റി ഉഹുദിൽ പരാജയപ്പെട്ട് വീണ്ടും പേടിപ്പിക്കാൻ വന്ന ആളുകൾ, ആ ആളുകളുടെ വിശ്വാസ രംഗത്തുള്ള ആ സംസാരം കേട്ട ഉടനെ അള്ളാഹു പറയുന്നുണ്ട്, ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹ് വഫളലിൻ ലം യംസസ്ഹും സൂഉൻ വത്തബഊ റിദ്വാനല്ലാഹി വല്ലാഹു ദൂ ഫളലിൻ അളീം. എങ്ങനെ ആ ടീം വഴങ്ങി പോയിച്ചോ? അവരൊക്കെ പേടിപ്പിച്ചപ്പം ഹസ്ബുനല്ലാഹ് എന്ന് പറഞ്ഞ ആ സഹാബികൾ അവര് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം അവർ തിരിഞ്ഞു പോയത്. എല്ലാ പേടിപ്പെടുത്തലും കഴിഞ്ഞ് അവിടെ തന്നെ ഉറച്ചു നിന്ന ആളുകൾ അവസാനം അവര് അബൂ സുഫിയാനും ടീമും ഒക്കെ പോയപ്പോ മദീനയിലേക്ക് മടങ്ങി വന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നിഅമത്ത് കൊണ്ടാണ്. ഉറച്ചു നിന്നാൽ ഉറപ്പാണ് റബ്ബിന്റെ നിഅമത്ത് ഉണ്ടാവും. മാത്രല്ല അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് അനുഭവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തിയെയാണ് അവർ പിന്തുടരുകയും ചെയ്തത്. വല്ലാഹു ദൂ ഫളലിൻ അളീം. അള്ളാഹ് ഏറ്റവും ഫضل കൊടുക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫضലുള്ള ഔദാര്യവാനാണ് എന്ന ബോധം അവർക്കുണ്ട്. ഈ ഒരു തലത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ രംഗത്ത് വിശ്വാസത്തിന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ തോത് എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് തവക്കുൽ. അത് ഖുർആൻ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈമാനിന്റെ ഒരു നിബന്ധന എന്ന രീതിയിലാണ് തവക്കുലിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ഉദാഹരണം പറയുന്നത് മൂസാ നബിയുടെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് ഒരാളുടെ ഈ തവക്കുൽ ചെയ്യാൻ ഇയാൾക്ക് എത്രത്തോളം സാധിക്കുന്നു എന്നത് ഇയാളുടെ ഈമാനിന്റെ തോതനുസരിച്ചാണ്. അതിനെന്താ ഉദാഹരണം? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ ആ ഭൂമിയിലേക്ക് കയറാൻ പറഞ്ഞു അനുയായികളോട്. അപ്പൊ ഇസ്രായേൽ സമൂഹം മൂസാ നബിയോട് പറഞ്ഞ കഥ നമുക്കറിയാം. അവരോട് പറഞ്ഞു, യാ ഖൗമി ദുഖുലു അൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച ഈ പരിശുദ്ധ ഭൂമിയിലേക്ക് നിങ്ങൾ കയറുക. വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരിൻ, നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ പരാജയം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ആ സമൂഹത്തോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഖാലു യാ മൂസ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ, അവിടെ വലിയ ജബ്ബാരികളുണ്ട്, പോക്കിരിമാരുണ്ട്. അതുകൊണ്ട് അവർ അവിടുന്ന് പോയിട്ടല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് കയറില്ല, ഞങ്ങൾക്ക് അങ്ങനെ മേല് വേദന ആയിട്ടൊന്നും വേണ്ട എന്ന് മൂസാ നബിയോട് ധിക്കാരം പറഞ്ഞു ആളുകൾ. ആ കൂട്ടത്തിലെ രണ്ട് വിശ്വാസികളായ ഉറച്ച വിശ്വാസമുള്ള ഞങ്ങളോട് ഇത് പറഞ്ഞത് ആരാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന പ്രവാചകനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ആ അള്ളാഹുവിലാണ് എന്ന് ഉറച്ച ബോധ്യമുള്ള രണ്ടാളുകൾ പറഞ്ഞു, മിനല്ലദീന, ആ കൂട്ടത്തിൽ നിന്ന്, യഖാഫൂന അൻഅമല്ലാഹു അലൈഹിമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ കൂട്ടത്തിലെ രണ്ടാളുകൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാഹുവിന്റെ നിഅമത്തുകൾ ചൊരിഞ്ഞു കൊടുത്തു. അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ നിഅമത്ത് പ്രകാരം ദഖുലു അലൈഹിമുൽ ബാബ്, അവർ ആ വാതിലേക്ക് പ്രവേശിച്ചു. അവർ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ അവരാണ് വിജയിച്ച ആളുകൾ. അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് അവർ പറഞ്ഞു, എന്താ കാരണം എന്നോ, വഅലല്ലാഹി ഫല്യതവക്കൽ ഇൻ കുൻതും മുഅ്മിനീൻ. ഇവർ പറയാ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യ്, നിങ്ങൾ അങ്ങോട്ട് കയറിയാൽ നിങ്ങളെ വിജയിക്കൂ. എപ്പോ? ഇൻ കുൻതും മുഅ്മിനീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും വിജയിക്കും. ജീവിതത്തിൽ വിജയിക്കുന്ന കഷ്ടപ്പാടും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. അവിടെ വിജയിക്കാൻ പറയുന്ന മനസ്സിന് സംതൃപ്തി. പടച്ചോനെ ഇതല്ല റബ്ബേ നീ തന്നുള്ളൂ, അൽഹംദുലില്ലാ. ഇത് നമ്മൾ ക്ഷമിച്ച് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാലോ നമ്മളെ അള്ളാഹു അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന, അള്ളാഹുവിന്റെ നിഅമത്തിന് പാത്രമാകുന്ന ആളുകളിലേക്ക് റബ്ബ് നമ്മളെ ഉയർത്തുകയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തണം. പ്രവാചകന്മാർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്.
അനുയായികൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ദുനിയാവാണ്. അവരുടെ വിശ്വാസം എത്ര ഉണ്ട് എന്ന് പരിശോധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകുമ്പോ അല്ലാഹ് നമ്മളെ നോക്കും. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു നോക്കിയത്. അപ്പൊ തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് എന്താണോ എത്രയാണോ അവൻ നൽകിയത് അതിൽ തൃപ്തിയും ഉറച്ച ബോധ്യത്തോടു കൂടി ഐഹികവും പാരത്രികവുമായ ഏതേത് നല്ല അനുഭവങ്ങളും തിന്മകൾ അകറ്റി നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തയെ പോകുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതായത് എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ്, ഇത്ര ഉണ്ടല്ലോ ദുനിയാവ് എന്ത് തന്നല്ലോ പടച്ചോൻ, അള്ളല്ലേ ഇതൊക്കെ തരുന്നത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര തന്നു, അൽഹംദുലില്ലാഹ്. ഇന്നത് അല്ലാഹു തന്നില്ല, പരീക്ഷിക്കുകയാണ്, എന്നാലും ഇതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി നിൽക്കുന്ന ആള് അവനാണ് തവക്കുൽ ചെയ്ത ആൾ. അവൻ അല്ലാഹ് മതി. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബ്. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരുവന് അല്ലാഹു മതി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടാണ് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അവിടെയുള്ള ആളുകളൊക്കെ ചീത്ത പറഞ്ഞു. അനക്ക് കുരുത്തക്കേടാണ്, കാരണം ഞങ്ങൾ ദൈവങ്ങളെ ചീത്ത പറഞ്ഞത് കൊണ്ട് അനക്ക് കുരുത്തക്കേട് വായിച്ചതാണ്. ഇന്നാ നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസൂഇൻ. ആ സന്ദർഭത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവര് പറഞ്ഞു, ഞങ്ങളുടെ ദൈവങ്ങളുടെ ഞങ്ങളുടെ ഇലാഹികൾ ആലിഹത്തുകളുടെ എന്തോ ദോഷബാധ നിനക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അവസ്ഥ നിനക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഹൂദ് നബി പറയാണ്, ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ് വശ്ഹദു ഇന്നി ബരീഉം ബിമാ തുശ്രികൂൻ. നിങ്ങളുടെ പങ്കാളികളുമായി ചേർന്ന് യാതൊന്നും ആ പങ്കാളികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ പങ്കുചേർക്കുന്ന ഏതെങ്കിലും നിന്നോ എനിക്ക് ഒരു നിലക്കുള്ള ഒന്നും ബാധിക്കുക. ഇനി ബരീഉൻ, ഞാൻ ഒഴിവായവനാണ്, എല്ലാ നിലക്കും എനിക്ക് ഒന്നും ബാധിക്കൂല. അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാനിതാ പറയുന്നു, നിങ്ങളും സാക്ഷികളായിക്കോളൂ. ഇന്നി ബരീഉം ബിമാ തുശ്രികൂൻ. നിങ്ങൾ പങ്കുചേർത്ത ഈ ഇലാഹുകളിലെ ആ ഇലാഹുകളിൽ നിന്ന് ഒന്നും എനിക്ക് ബാധിക്കൂല, എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പണി തോളി, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഉള്ള ആളുകളെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് കുരുത്തക്കേട് ഉണ്ടാകാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തോളി. എന്നെ ഉപദ്രവിക്കാനുള്ള തന്ത്രങ്ങൾ നിങ്ങൾ മെഞ്ചോളി. എല്ലാവരും കൂടി ഞാൻ കുറച്ച് കാത്തിക്കാം, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന എനിക്ക് ഒന്നും സംഭവിക്കൂല. ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വ റബ്ബുക്കും. എന്റെയും നിങ്ങളുടെയും റബ്ബിലാണ് ഞാൻ തവക്കുൽ ചെയ്തത്. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖുദു ബിനാസിയതിഹാ. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ ഏതൊരു ജന്തുവിന്റെയും അതിന്റെ നിയന്ത്രണം പടച്ച തമ്പുരാന്റെ കൈകളിലാണ്. മാ മിൻ ദാബത്തിൻ, ഒരു ജന്തുവില്ല, ഇല്ലാ ഹുവ ആഖുദു ബിനാസിയതിഹാ. അതിന്റെ കുടുമ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാതെ. അതുകൊണ്ട് ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, ഞാൻ റബ്ബിന്റെ നേരായ പാതയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ചെയ്തോളി, നിങ്ങൾക്കൊരു പേടിയില്ല. ഇത് റബ്ബ് മതി ഒരുത്തൻ. ഓനൊരു പേടി ഉണ്ടാവില്ല, ഓനൊരു പ്രയാസം ഉണ്ടാവില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തെങ്കിലും മാനസികമായ അസ്വസ്ഥതകൾ അവൻ അനുഭവിക്കൂല. ഉറച്ച ബോധ്യത്തിൽ പടച്ച തമ്പുരാനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഏറ്റവും നല്ല ഉറച്ച വിശ്വാസിയായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത്, വിശ്വാസത്തെ അളക്കുന്ന പരീക്ഷണ ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പതറാതെ ഉറച്ചു നിൽക്കാൻ നമ്മുടെ വിശ്വാസത്തിന് കരുത്ത് വേണം. എല്ലാവർക്കും ഉണ്ടോ പരീക്ഷണം? ആ പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനീന ദഈഫ്. ദഈഫായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഖവിയ്യായ മുഅ്മിന, നല്ല ശക്തനായ മുഅ്മിനാണ്. വഫീ കുല്ലി ഖൈർ ഇഹ്രിസ് അലാ മാ യൻഫഉക.
എല്ലാത്തിനും അള്ളാഹു ഖൈറുണ്ടാക്കും. നീ എന്ത് ചെയ്യ്? നിനക്ക് ഉപകാരമുള്ളതിനെ നീ ആഗ്രഹിക്ക്. വസ്തഇൻ ബില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിലേക്ക് നീ സഹായത്തിന് തേട്. വലാ തഅജിസ്, നീ അശക്തനായി ഇരിക്കല്ലേ. വഇൻ അസാബക ശൈഉൻ, എന്തെങ്കിലും നിനക്ക് പ്രയാസമുണ്ടായാൽ ഫലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ കദാ കാന കദാ വകദാ, ഞാൻ ഇങ്ങനെങ്ങാനും ചെയ്തിരുന്നുവെങ്കിൽ, ഇങ്ങനെ അവിടെ പോയിരുന്നുവെങ്കിൽ, ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്നൊന്നും പറയണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, വിശ്വാസി ഭയപ്പെടേണ്ടത്, ദുഃഖിക്കേണ്ടത്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കൃത്യമായിട്ടാണ് മുഅ്മിനുൻ ഖവി, ഉറച്ച നല്ല ശക്തനായ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവനാ. അവൻ ഒരിക്കലും പറയൂല ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ പറയുകയും ചെയ്യരുത്. വലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ വകദാ, ഞാനെങ്ങാനും ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ. വലാകിൻ, നീ പറയേണ്ടത് എന്താ? ഖുൽ, നീ പറയ് ഖദ്ദറല്ലാഹ്, പറഞ്ഞോളി. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായി, എന്തെങ്കിലും തോൽവി ഉണ്ടായി, എന്തെങ്കിലും രോഗം ഉണ്ടായി, എന്തെങ്കിലും ഒരു പരീക്ഷ ഉണ്ടായി, എന്താ പറയേണ്ടത്? ഓ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ല അങ്ങനെ ആക്കിയില്ലെങ്കിൽ. അല്ല, ലോ പറയണ്ട. നീ പറയേണ്ടതാ ഖദ്ദറല്ലാഹ്, അല്ലാഹ് കണക്കാക്കിയ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഖദ്ദറല്ലാഹു വമാ ശാ അല്ലാഹു ഫഅല ഫഇൻ ലം തഫ്തർ അമല ശൈത്താൻ. ഇല്ലെങ്കിലോ ശൈത്താന് ലോ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ശൈത്താൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് തുറന്നിടും. പിന്നെ നമുക്ക് നിരാശ മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ നമ്മൾ തവക്കുൽ ചെയ്യാതെ, അതായത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. അതായത് കുതിരയെ കെട്ടിയിട്ടിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നിട്ട് നീ തവക്കുൽ ചെയ്യരുത്. ഒരുത്തനെ കുതിരനെ കെട്ടാതെ അവിടെ നിർത്തിയിട്ട് അല്ലാഹുവിനോട് തവക്കുൽ ചെയ്ത കാര്യമില്ല. കെട്ടേണ്ടത് നിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആശ്വാസങ്ങൾ എന്താണ്? ഒന്ന്, മനസ്സിന് ശാന്തി ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും. അതുപോലെ അല്ലാഹു മതിയാകും. വേണ്ട അളവിൽ അല്ലാഹു നമുക്ക് വേണ്ടത് മുഴുവനും അല്ലാഹ് മതി എന്നിടത്തേക്ക് നമ്മൾ എത്തും. മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കരുത്തുള്ള ഒരു വ്യക്തിത്വമായി നമ്മൾ മാറും. മാത്രമല്ല, നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിൽ മാത്രം ഭയപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകും. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യഥാർത്ഥ വിജയം, ബർക്കത്തുള്ള ജീവിതം അത്തരം ആളുകൾക്കാണ് അല്ലാഹു നൽകുന്നത്. അതില്ലാത്തവന്റെ അവസ്ഥയോ എല്ലാ സമയത്തും അസ്വസ്ഥത, ഭാവിയെ കുറിച്ചുള്ള ഓർത്തുകൊണ്ടുള്ള ആശങ്ക, ഒരു വ്യക്തിത്വത്തിൽ ഒരു പേടിച്ചുള്ള ദുർബലത അവൻ എപ്പോഴും പിടികൂടും. എന്തിനും മറ്റുള്ള ആളുകളെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, അല്ല ഏതെങ്കിലും ഒരു ജാറത്തിലേക്ക്, അല്ല ഏതെങ്കിലും ഒരു ഔലിയായിലേക്ക് അങ്ങനെ അങ്ങോട്ട് ആശ്രയിക്കുന്ന അവസ്ഥയുണ്ടാകും. പരാജയവും നിരാശയും എല്ലാ സന്ദർഭത്തിലും അവന്റെ മുഖത്തുണ്ടാകും. ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറയും. അത് ഇതാണ്, ഇത് ചെയ്തിട്ടാ, അത് ഇങ്ങനെ ആയോണ്ടാ എന്ന് പറഞ്ഞു കാരണങ്ങളെ പറഞ്ഞുകൊണ്ട് എന്നും നിരാശ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഹഖ്ഖ തവക്കുലിഹി, പടച്ച തമ്പുരാനെ തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ തവക്കുൽ ചെയ്താൽ എന്താ നമുക്കുള്ള ആശ്വാസം? ദുനിയാവിൽ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയാണ്, മനസ്സിന്റെ ആശ്വാസമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ രാവിലെ ഇറക്കി വിടുന്നത് പോലെ ഒരു ടെൻഷനും ഇല്ലാതെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അവർ രാവിലെ എത്ര സുന്ദരമായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്, അതേപോലെ ഇറങ്ങിപ്പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നത് എപ്പോഴാ? അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെ പോലെ, സഹാബികളെ പോലെ അവർ ജീവിച്ചതുപോലെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ആശ്വാസത്തിന്റെ, മനസ്സമാധാനത്തിന്റെ, പടച്ച തമ്പുരാനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അല്ലാഹുവിനോട് തുറന്ന് സംസാരിച്ചുകൊണ്ട് റബ്ബിലേക്ക് അങ്ങ് മടങ്ങിക്കഴിഞ്ഞാൽ അവനതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ഇറക്കി കൊടുക്കുകയാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മാനസികമായ സ്വസ്ഥതയാണ്, സമാധാനമാണ്. അത് കിട്ടാൻ
അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. ഉളഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഖുതുബയിൽ അത് പ്രബലമായ സുന്നത്താണെന്നും അതിൽ നമ്മളൊക്കെ പങ്കാളികളാവണമെന്നും ഒരു വീട്ടിലെങ്കിലുള്ള ഒരാളെങ്കിലും ബലിയിറക്കുന്ന ആ കർമ്മത്തിൽ പങ്കാളികളാകണമെന്നും അതിന്റെ സമയവും അതിന്റെ മൃഗത്തിന്റെ സമയത്തിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. എന്നാൽ ഇതൊന്നും കൂടാതിരിക്കുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടായാലും, സമ്പത്തുണ്ടായിട്ടും ഇതിന് ചേരാൻ കഴിയാത്ത ആളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ഗൗരവത്തിലുള്ള ഒരു വാക്കുണ്ട്. ഏത് പ്രവാചകൻ? പെരുന്നാൾ നമസ്കാരത്തിന് സ്ത്രീകളോട് അവർ ആർത്തവകാരികളായാലും ഈദ്ഗാഹിലേക്ക് വരണമെന്നും നമസ്കാരത്തിന്റെ സമയത്ത് മാറി നിൽക്കണമെന്നും പിന്നീട് നിങ്ങൾ ഖുത്ബ കേൾക്കണമെന്നും ആഹ്വാനം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നിങ്ങൾ പെരുന്നാളിന്റെ ദിവസം ഒരാൾക്ക് ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലെങ്കിൽ കടം വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾ വസ്ത്രം വാങ്ങി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾക്ക് സമ്പത്ത് ഉണ്ടായിട്ടും മൻ കാന ലഹു സഅതുൻ വലം യുളഹി ഫലാ യഖറബന മുസല്ലീനാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇങ്ങനൊക്കെ വരണോന്ന് പറഞ്ഞ പ്രവാചകൻ പറയാണ്, സമ്പത്ത് ഉണ്ടായിട്ട് നമ്മുടെ ഉളഹിയത്തിന്റെ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കാത്ത ഒരുത്തൻ, മൻ കാന ലഹു സഅതുൻ, അവന് വിശാലതയുണ്ട്, സാമ്പത്തികമായ ശേഷിയുണ്ട്, വലം യുളഹി, അവൻ ഉളഹിയത്തിൽ പങ്കെടുത്തിട്ടില്ല, ഞങ്ങളുടെ നമസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് അവൻ അടുക്കേണ്ടതില്ല, അവൻ അടുത്ത് വരേണ്ടതില്ല. അപ്പൊ പള്ളിയിലേക്ക് തന്നെ വേണ്ട, പോയി നോക്കി. അത്രമാത്രം ഗൗരവത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. നമ്മളൊക്കെ കഴിയുന്ന ആളുകൾ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചു, നമ്മുടെ ഈ പ്രദേശത്ത് നമുക്കറിയാം, നമ്മുടെ ആടിനെ അറക്കുന്ന സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ല, അത് വാങ്ങാൻ കഴിയില്ല, ഓഹരിക്ക് കൂടാൻ താല്പര്യമുള്ള ആളുകൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് സഹകരിക്കണം എന്ന് അറിയിക്കുകയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ബർർ ലഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം طول عمره ولم يأتي عنه أنه ترك الأضحى وندب إليها فلا ينبغي للمؤمن معسر تركها. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എന്താ അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൂല ഉംരിഹി, പ്രവാചകന്റെ പ്രവാചകത്വം കഴിഞ്ഞ് ഈ ഒരു ഉദ്ഹിയത്തിന്റെ നിയമം ഇറങ്ങിയ അന്ന് മുതൽ പ്രവാചകൻ ഉദ്ഹിയത്ത് കൂടിയിട്ടുണ്ട്. വലം യഅതി അൻഹു അന്നഹു തറക അൽ അദ്ഹ, പ്രവാചകൻ ഉദ്ഹിയത്ത് ഒഴിവാക്കിയത് നമുക്ക് കാണാനേ കഴിയുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഒരാൾക്ക് സാമ്പത്തികമായ സൗകര്യമുണ്ട് എന്നിട്ട് അദ്ദേഹം ഇത് ഒഴിവാക്കുകയാണെങ്കിൽ അത് ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുകരണീയമായ ഒരു സുന്നത്തല്ല. ആ വിശ്വാസി എങ്ങനെയെങ്കിലും സാമ്പത്തിക കഴിവുണ്ടെങ്കിൽ, ശേഷിയുണ്ടെങ്കിൽ ഒരു വിശ്വാസി ഉദ്ഹിയത്ത് ഉപേക്ഷിക്കുന്നത് ഉചിതമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ആ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്ന ആളുകളാണ്. അതിന് എന്തെങ്കിലും തരത്തിൽ നമുക്ക് കൂടാൻ കഴിയുമെങ്കിൽ നമ്മൾ കൂടണം. പ്രവാചകൻ മദീനയിലെത്തിയ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഇബ്നു ഉമർ ഖാല അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന 10 സിനീന യുളഹി കുല്ല സന. എല്ലാ വർഷവും
മദീനയിലെത്തിയ 10 വർഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളഹിയത്തിന് കൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആ നബിന്റെ മാതൃക പിൻപറ്റി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അതിൽ കൂടണം എന്നറിയിക്കണം. ആ സന്ദർഭത്തിൽ നമ്മുടെ ലക്ഷ്യം തെറ്റാൻ പാടില്ല. കാരണം അന്ന് തന്നെ അങ്ങനെ ആളുകൾ ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടെ കബീലയാണ് ഏറ്റവും കൂടുതൽ അറക്കുന്നത് എന്ന തരത്തിലേക്ക് പോയ സന്ദർഭത്തിലാണ് നിങ്ങൾ അറക്കുന്ന ആ ബലിമൃഗങ്ങളുടെ എണ്ണത്തിലേക്കോ വണ്ണത്തിലേക്കോ അതിന്റെ രക്തത്തിലേക്കോ അതിന്റെ മാംസത്തിലേക്കോ അത് കൂട്ടിയുണ്ടാക്കി ഇത്ര വലിയ മാംസമുണ്ട് എന്ന് അറിയിക്കുന്നതിലേക്കോ അല്ല അള്ളാഹുവിന്റെ നോട്ടം. വലാകിൻ യനാലു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്. അതുകൊണ്ട് നമ്മൾ ആ തഖ്വ നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആ കർമ്മത്തിന് നമ്മൾ അതിനുവേണ്ടി പണം ചെലവഴിക്കുമ്പോൾ ആ ഒരു നിയ്യത്താണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുക. കാരണം അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള ഒന്നാണ്. കാരണം നമ്മുടെ ആ ദിവസത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന മറ്റുള്ളതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. കാരണം ഇമാം അഹ്മദ് പറയുന്നുണ്ട്, അന്നൽ ഉളഹിയത അഫ്ളലു മിനസ് സദഖതി ബിഖീമതിഹാ ലിഖൗനിഹാ ശഈറത്തുൻ വമൻസഖുൻ ഫി ഹാദൽ യൗം. പെരുന്നാൾ ദിവസത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും അനുബന്ധമായ ആഘോഷങ്ങൾക്കുമായി ചെലവഴിക്കുന്ന പണത്തേക്കാൾ ശ്രേഷ്ഠം ബലികർമ്മത്തിനായി നീവിക്കി വെക്കുന്ന പണമാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് പറയുകയാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ ഒരു സുന്നത്താണ്. ആ സുന്നത്തിൽ നമുക്കൊക്കെ പങ്കെടുക്കാം. ഉള്ള ആളുകൾ നമ്മുടെ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങളൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങൾ, ഫസല്ലി റബ്ബിക വൻഹർ, ഇന്നാ അഅതൈനാകൽ കൗസർ. അങ്ങ് കിട്ടില്ലേ? ആരോഗ്യല്ലേ? വാഹനല്ലേ? വീടില്ലേ? മക്കളില്ലേ? സമ്പത്തില്ലേ? അതൊക്കെ നമ്മളാണ് നൽകിയത്. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, ആ റബ്ബിന് വേണ്ടി ആ നിഅമത്തുകൾക്ക് നന്ദി പറ എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നിഅമത്തുകൾക്ക് നന്ദി പറയുന്ന, അല്ലാഹുവിനോട് നന്ദി പറയുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരിക്ക് ചെറിയൊരു അപകടം സംഭവിച്ചത് നമുക്കറിയാം. അല്ലാഹുവേ, അങ്ങനെ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹുവേ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, നമുക്കൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ, നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ആളുകളുണ്ട്. പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന, വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന, അത് അവർക്കൊരു പരീക്ഷണമാണെങ്കിലും അതിനേറെ വലിയ പരീക്ഷണം നമുക്കാണ്. അള്ളാഹു നമ്മളെ ഈ ആരോഗ്യത്തോടെ നിർത്തുമ്പോ അവരെ കൂടെ നിൽക്കാൻ നിങ്ങൾ അവരെ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയുള്ള പരീക്ഷണ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറക്കാൻ പാടില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹുവേ ശിഫയെ പ്രദാനം ചെയ്യണ റഹ്മാനെ. അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവിനെ നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അതുപോലെ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് അല്ലാഹുവേ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സഹോദരിമാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വിവിധങ്ങളായ ജോലിയിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകളാണ്. ഞങ്ങളുടെ തൊഴിലിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, എല്ലാത്തിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിന്റെ ബർക്കത്താണ്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ തൊഴിലിൽ, ഞങ്ങളുടെ സംരംഭങ്ങളിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, എല്ലാത്തിലും ബർക്കത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അത് ജീവിതത്തിൽ ഉച്ചരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്നിലേക്ക് അഭയം പ്രാപിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ബോധപൂർവ്വം ഉച്ചരിച്ച് മരിക്കാനുള്ള
മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മരണസമയം ഞങ്ങൾക്കറിയില്ല, എവിടെ വെച്ചാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യത്തോടു കൂടി മടങ്ങി പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, പ്രായം കൊണ്ട് അവർക്ക് അനുഭവിക്കുന്ന രോഗങ്ങളുണ്ട്. അല്ലാഹുവേ നീ കാരുണ്യവാനാണ്, നീ റഹ്മാനാണ്, നീ റഹീമാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് അവർക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ ഗുരുജനങ്ങൾ, ഒരുപാട് നേതാക്കന്മാർ, അല്ലാഹുവേ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാളെ അവരെയും ഞങ്ങളെയും ഒക്കെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما واجعلنا للمتقين إماما واجعلنا للمتقين إماما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.